ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ എങ്ങനെ ലീക്ക് ആയെന്ന് കുറെ പേർക്ക് ഇതുവരെ അറിയില്ല. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ജയ്പൂരിലുള്ള 2 പേര് ഈ പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്രസ്സിലേക്ക് ഇവർ അയച്ചു കൊടുത്തു. ആൻഡ് ഈ സെയിം പ്രസ്സിലുള്ള ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ട് ആയിട്ട് ഈ പേപ്പർ ജയ്പൂരിലുള്ള 2 പേർക്ക് അയച്ചു കൊടുത്തു. ജയ്പൂരിൽ നിന്ന് ഈ പേപ്പർ പോണത് ഹരിയാനയിലുള്ള ഇതിന്റെ ഒക്കെ മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കയ്യിലാണ്. ഡോക്ടർ അവിടെ നിന്ന് രാജസ്ഥാനിലെ ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസക്ക് ഈ പേപ്പർ കൈമാറി. പിന്നെ ഈ പേപ്പർ പോണത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കാണ്. 30,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ പൈസ കൊടുത്തിട്ട് സ്റ്റുഡൻസ് ഇത് വാങ്ങാൻ തയ്യാറായിരുന്നു. നാഗ്പൂരിലുള്ള ഒരു പയ്യൻ 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ പേപ്പർ അവരിൽ നിന്ന് മേടിക്കുന്നത്. ആൻഡ് ഇത് കേരളത്തിലും എത്തി. ആൻഡ് ഇതൊക്കെ സംഭവിക്കുന്നത് എക്സാമിന്റെ തലേദിവസം, അതായത് മെയ് 2-ാം തീയതിയാണ്. ആൻഡ് എക്സാം കഴിഞ്ഞിട്ട് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈ കോച്ചിങ് ടീച്ചറാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെന്ന് മാത്രമല്ല, 90ഓളം ബയോളജി ക്വസ്റ്റ്യൻസും 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി കംപ്ലീറ്റ്ലി സെയിം ആയിരുന്നു. ആൻഡ് കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവർ പുറത്താക്കിയത്. പിന്നെ അവർ NTA മെയിൽ അയച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാവും പകലും കഷ്ടപ്പാടിച്ച് 24 മണിക്കൂറും പഠിച്ച 22 ലക്ഷം സ്റ്റുഡൻസിന്റെ കഷ്ടപ്പാടാണ് വെള്ളത്തിൽ വരച്ചവരായത്. ഇതിന്റെ ഏറ്റവും സ്കെയറിയസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, കഷ്ടപ്പാടിച്ച് പഠിക്കണവര് ഫെയിൽ ആവുകയും ചെയ്യും, ഇതുപോലെ ഡയപ്പ് കാണിക്കണവര് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവുകയും ചെയ്യും. ആൻഡ് ഐ ഗോട്ട് ഓൾ ദിസ് ഇൻഫർമേഷൻ ഫ്രം ദി ക്രിയേറ്റർ എബിൻ മാർട്ടി. സോ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാണ്ടാണ് കുറെ പേര് ഈവൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരെ പോകുന്നത്. ഇത് എന്റെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദി സീരിയസ്നെസ് ഓഫ് ദിസ് ഇഷ്യൂ. ബൈ. ഞാൻ ഇതിനകത്തൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ സാധനമൊക്കെ കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കുന്ന ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന തന്തയും തള്ളയില്ലേ, അവരെ വേണം ആദ്യം തല്ലാൻ. ഇതിനൊക്കെ പൈസ കൊടുക്കുന്നവരെ ആദ്യം അടിക്കണം, മനസ്സിലായോ? ജോഗി ഇതിനകത്ത് വേറൊരുത്ത ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് അവൻ എത്ര ലക്ഷം രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് എന്നിട്ട് അവനെ പരീക്ഷ ജയിച്ചില്ല. ഈ പോക്കണം കേട്ടവനൊക്കെ പൈസ കൊടുക്കുന്നതിന് പകരം അവനെയൊക്കെ വല്ല ബിസിനസ് 30 ലക്ഷം രൂപയ്ക്ക് വല്ല ഷെഡിക്കട ഇട്ട് അതിൽ മുകളിൽ ഇരുത്തണം ഇവനെയൊക്കെ. അല്ലാതെ ഡോക്ടർ ആക്കാൻ പറഞ്ഞിട്ട് നാളെ ഇവ ഓപ്പറേറ്റ് ചെയ്ത് എന്തുകൊണ്ട് പോകും? അത് പിന്നെ അല്ലാതെ കയ്യിൽ 28 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ എന്തിനു? ജോഗി കുറച്ച് കാശുള്ള കുറച്ച് ആൾക്കാർക്ക് സ്വന്തം മക്കളെ ചുമ്മാ ഒരു ഇത് കിട്ടിയാൽ മതി. ഇവരെയൊന്നും ജോലിക്കൊന്നും നിർത്തണ്ട. ഇവർക്ക് ചുമ്മാ ഒരു ഫ്യൂച്ചറിൽ നമ്മുടെ സർജറിയും മറ്റേതും ഒക്കെ നടത്തി ആൾക്കാർ മരിച്ചുപോയി. പിന്നല്ലേ ഏട്ടനവൻ ഇതെടുത്ത് നമ്മുടെ പാൻക്രിയാസ് ഒക്കെ പറിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നരമ്പ് കട്ട് ചെയ്യും. ഇതിനൊക്കെ പേരൻസ് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെയാണ് ആദ്യം തല്ല് കൊടുക്കേണ്ട അവന്മാർക്കാണ്, മനസ്സിലായ? അല്ലാതെ എന്ത് പറയാനാ?